അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ആദ്യമായി ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസം എന്ന് പറഞ്ഞാൽ അവർ വല്ലാതെ റിലാക്സ് ചെയ്യുന്നൊരു സമയമാണ്. റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഡിങ് കാര്യങ്ങൾ, ഇവിടെ ഒരുപാട് അധ്യാപികമാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങായി കിടക്കുന്നുണ്ടാവും. അതൊക്കെ പൂർത്തീകരിക്കുന്ന ദിവസമാണ് ഈ ശനി ഞായർ ദിവസങ്ങൾ. അതിലിപ്പോൾ ശനിയാഴ്ച മോഷ്ടിച്ച് ശനിയാഴ്ച ഇപ്പോൾ തത്വത്തിലില്ലാതെ ആയിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചൻ്റെ കാര്യവും നമ്മൾ വീട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് സ്കൂളിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഞായറാഴ്ച. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഇന്നത്തെ ദിവസം നിങ്ങളിവിടെ ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി വളരെ നേരത്തെ തന്നെ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ എത്തി എന്നതൊരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. അത് നിങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യമാണ്, തീരുമാനമാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ വരണമെന്ന് വിചാരിച്ച കുറേ അധ്യാപകരുണ്ടാവും. ഇന്ന് രാവിലെ കൂടി വരും എന്ന് പറഞ്ഞ ആളുകൾ രാവിലെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇന്ന് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുണ്ടാവാം. അത് ഒരുപക്ഷെ ന്യായമായ കാരണങ്ങളും ആവാം, ഞാനത് നിസ്സാരമായി കാണുന്നില്ല. പക്ഷേ എന്നാലും ഇതൊരു തൗഫീഖാണ്. ഇങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതൊരു തൗഫീഖാണ്. അത് മനസ്സിൽ കുറച്ചൊരു നന്മയുള്ളവർക്ക് ആണ് ഇങ്ങനെയുള്ള സദസ്സുകളിലേക്കൊക്കെ എത്തിച്ചേരുവാൻ സ്വമേധയാ കഴിയുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞു കണ്ട് അതങ്ങനെ ഒഴിവാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ള ആ ഒരു വെളിച്ചം അത് കൂടുതൽ ജ്വലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യാപനം അതിജീവനമാണ് എന്നതാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഏതാനും ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അതിൽ നമുക്ക് അതിജീവനം ആവശ്യമായ മേഖലകൾ 5 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അതിൽ പ്രധാനമായിട്ടൊരു കാര്യം, ഇപ്പോൾ കാലം മാറി, ഇനി അധ്യാപകരുടെ ഒന്നും ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളെക്കാളും വളരെ വിദഗ്ധമായി ക്ലാസ് എടുക്കാൻ പറ്റുന്ന യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. ഇനി AI-നോട് ചോദിച്ചാൽ അതിലേറെ ഗംഭീരമായി ക്ലാസ് എടുത്തു തരാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഇൻ്റർനെറ്റ് വ്യാപകമായതോടുകൂടി അധ്യാപകരുടെ അടുത്ത് അവരാണ് വിവരത്തിൻ്റെ അടിത്തറ, അവരിൽ നിന്നാണ് വിവരം ശേഖരിക്കേണ്ടത് എന്ന് മാറി അതിനപ്പുറത്തൊരു അറിവിൻ്റെ ആകാശം തന്നെ തുറന്നിട്ടുണ്ട് എന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരിക്കലും അധ്യാപകൻ നിരാശപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എത്രമേൽ ഇൻ്റർനെറ്റിൻ്റെയും AI സൗകര്യങ്ങളുടെയും മറ്റു സംവിധാനങ്ങളുടെയും വർധനവുണ്ടായാലും അവർക്കൊന്നും നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നിർവഹിക്കുമ്പോഴാണ് ഇനി നമ്മൾ അധ്യാപകരാകുന്നത്. അവിടെയാണ്, ആ വിഷയത്തിലാണ് നമ്മൾ അതിജീവിക്കേണ്ടത്. അഥവാ മനുഷ്യത്വപരമായ ഇടപെടലും സ്നേഹവും കരുതലും ആകുന്നു ഇനി അധ്യാപകൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇതിന് യന്ത്രങ്ങൾക്ക് കഴിയില്ല, AI സംവിധാനങ്ങൾക്ക് കഴിയില്ല. അതത്രമേൽ പുരോഗതിപ്പെട്ടാലും കുട്ടികളെ ചേർത്ത് പിടിക്കുവാനും മനുഷ്യത്വപരമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനും കഴിയുക എന്നത് അതിന് ഇടയിൽ നിൽക്കുന്ന അധ്യാപകന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമായിരിക്കും. 8 16 എന്ന് കണക്കധ്യാപകന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ 8 തിരിയാത്ത കുട്ടിയെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന ബോധം കൊടുക്കാൻ അത് അധ്യാപകരായ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റുള്ളതൊക്കെ യന്ത്രങ്ങളിലൂടെ കിട്ടും, ഇത് യന്ത്രങ്ങളിലൂടെ കിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു മനുഷ്യത്വപരമായ, നേരത്തെ ബഹുമാന്യനായ പറപ്പൂർ മൗലവിയുടെ ആ സംസാരത്തിൻ്റെ ഒരു ആകത്തുക ഉണ്ടല്ലോ, അത് നെഞ്ചിലേറ്റിയവർക്ക് മാത്രമേ ഇനി സർവൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്.
ഇനി അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. പുതിയ കാലത്ത് അങ്ങനെയുള്ള അധ്യാപകർക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് അതിലേക്കായിരിക്കണം നമ്മളിനി തിരിച്ചു വരേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ഒരു ക്ലർക്കായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അധ്യാപകൻ എടുക്കേണ്ട പണി എന്താ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. പക്ഷെ അത് മാത്രം എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഒരു കുട്ടി സൈക്കിൾ വാങ്ങിയൊരു കഥയുണ്ട്. ഒരു നല്ല സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. വലിയ കൗതുകത്തോടു കൂടി സൈക്കിൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ കുട്ടി ആ സൈക്കിളിൽ ഓരോ പൂവ് വെക്കാൻ തുടങ്ങി. നമ്മളെ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ കഥയാണ്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് നൽകുമാറാകട്ടെ. അതിൽ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ ഒരു പൂവ് വെച്ചു, പിന്നെ വേറൊരു പൂവ് വെച്ചു, പിന്നെ അതിൻ്റെ ആ ചക്രം ഉണ്ടല്ലോ, ആ ചക്രത്തുമ്മ കൂടെയൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതിങ്ങോട്ട് ഭംഗിയാക്കാൻ വേണ്ടി ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ അവസാനം സൈക്കിൾ ഉരുട്ടി വെക്കുമ്പോൾ ഉരുളണില്ല. കാരണം ഈ ബില്ലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓരോ സാധനം വെച്ചിട്ട് സൈക്കിളിൻ്റെ അടിസ്ഥാന ആവശ്യം എന്താ? അത് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ. പക്ഷെ അതിന് മാത്രം പറ്റൂല, കാരണം ഇത് ഉരുളൂല, ഡെക്കറേഷൻ കൊണ്ട് ഉരുളണില്ല. ഇതേപോലെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, അക്കാദമിക കാര്യമാണ് പ്രധാനം. പക്ഷെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നടുവിലും മുന്നിലും ബാക്കിലും ഒക്കെ അങ്ങോട്ട് വന്ന് ഓരോ സാധനങ്ങൾ കയറി 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 വന്നിട്ട് ഇതിന് മാത്രം നേരമില്ലാത്തൊരവസ്ഥയാണ് എന്ത് ഇപ്പം നമ്മളൊരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലേ? പൂരിപ്പിച്ച ഫോം തന്നെ പൂരിപ്പിക്കണം, കൊടുത്ത റിപ്പോർട്ട് തന്നെ കൊടുക്കണം. ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതിനുള്ള ദേശീയ ഹെഡ്മാസ്റ്റർമാരാണോ? ഹെഡ്മാസ്റ്റർമാരെന്ത് ചെയ്യാനാ? ഹെഡ്മാസ്റ്റർമാർക്ക് അത് AO കൊടുക്കണതാണ്, AOക്ക് അതിൻ്റെ മുകളിലുള്ള ആളുകൾ കൊടുക്കണതാണ്. എന്നിട്ടോ എല്ലാവരും ഒരു അടക്കം പറയും, എന്താ പത് കഥ, എന്താ പത് കഥ എന്ന് പറയും. അവസാനം ക്ലാസ് പോകാൻ നേരമില്ല എന്നൊരവസ്ഥയിലേക്ക് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇവിടെ മാറേണ്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അവിടുന്ന് കാഴ്ചപ്പാട് മാറിയാലേ ഇത് അടിസ്ഥാന പരിഹാരമാവുകയുള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇനിയും ഒരു പുനഃപരിശോധന അത് ചെയ്യാൻ കഴിയുന്ന മേലുദ്യോഗസ്ഥന്മാർ, DO ആണെങ്കിലും DD ആണെങ്കിലും AO ആണെങ്കിലും അവരുടെ അധികാര പരിധിയിലുള്ളതാണെങ്കിൽ അവരുടെ സിസ്റ്റത്തിലും പോർട്ടറിലും ഉള്ള വിവരമാണെങ്കിൽ അത് പിന്നെ ചോദിക്കാതിരിക്കാനുള്ളൊരു വിവേകം അവർ കാണിച്ചാൽ കുറേ കുറക്കാൻ പറ്റും. അതേപോലെ ഹെഡ്മാസ്റ്റർമാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹെഡ്മാസ്റ്റർക്കും തന്നെ ചിലപ്പോൾ അതിലൊരു ആ വിവരങ്ങൾ ഒന്ന് ആ കമ്പ്യൂട്ടറിൻ്റെ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ വേഗം എന്ത് ചെയ്യും, അതേ സാധനം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും. അത് അധ്യാപകർ പിന്നെ കൈകൊണ്ട് എഴുതിണ്ടാക്കി കൊണ്ടേ കൊടുക്കുമ്പോഴായിരിക്കും അത് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നറിയാം. അപ്പോൾ ഇങ്ങനെ പണിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ നടക്കും. ഇപ്പോൾ നമ്മളെ ഹാജർ പട്ടിക ഈ സമ്മേളനത്തിൽ ഒരു ചിന്ത എന്നുള്ളതൊക്കെ നമ്മൾ പറയാണ്. ആ ഹാജർ പട്ടികമ്മേ അല്ലേ, ഈ പിന്നെ 10 മാസം നമുക്കത് 10 പ്രാവശ്യം എഴുതണ്ടേ, അല്ലേ? ഓരോ കുട്ടിൻ്റെ പേര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ആണെങ്കിൽ എത്ര കൂലിയിട്ടിട്ടുണ്ടാവും? കാരണം ഇങ്ങനെ എഴുതുന്നല്ലേ, എത്ര പ്രാവശ്യം എഴുതുന്നത്, അത് എത്ര പ്രാവശ്യം പറയണത്, എത്ര പ്രാവശ്യം വിളിക്കണത്. കുഴപ്പമില്ല, നല്ലതാണ്, കുട്ടികളെ കുറ്റി ബന്ധമുണ്ടാകണമൊക്കെ നല്ലതാണ്. പക്ഷേ അതിന് എത്ര നമ്മളെ സമയം പോകുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ നമ്മുടെ പോർട്ടലുകളുണ്ട്, സമഗ്ര സംവിധാനങ്ങളുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലാസ് പോയിട്ട് ജസ്റ്റ് അതിൽ ഹാജർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ ഹാജർ എന്ത് ചെയ്യും, ആർക്കും നോക്കാൻ പറ്റും. അതിലേക്ക് വേറൊരു വിൻഡോ നമ്മുടെ രക്ഷിതാക്കൾക്കും കൊടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കും തന്നെ കുട്ടികൾ സ്കൂളിൽ പോയോ എത്തിയോ സമയം എപ്പോഴാണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അത് നിസ്സാരമായ സമയം കൊണ്ട് കഴിയും. അതായത് പുരോഗതിയിലേക്ക് പടവുകളിലേക്ക് പോകണമെന്ന ട്രെയിനിങ് ആണ് നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ട്രെയിനിങ്ങിൻ്റെ ആ വെളിച്ചവും ശുദ്ധവായുവും പലപ്പോഴും നമുക്കന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും വലിയൊരു ഖേദകരമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളർന്നു വന്നാൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിൽ നിന്ന് അധ്യാപകരുടെ സമയത്ത് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പറയും കുട്ടികളാകെ മോശമാണ്, എൻ്റെ ക്ലാസ് മഹാമോശമാണ്, അല്ലേ? അധ്യാപകർ പറയുന്ന സംഗതിയാണ് എന്ത്, ആ 5D അല്ലെങ്കിൽ 6D അത് എപ്പോഴും എന്നിട്ട് പറയുന്നത് അത് ആ മോശപ്പെട്ട കുട്ടികളെ മുഴുവൻ അതിലിട്ടിട്ടുണ്ട് അത് നമ്മക്കൊണ്ട് തരും. പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ കൊടുത്തിക്കണെങ്കിൽ ശരിയല്ല. അങ്ങനെ മോശപ്പെട്ട കുട്ടി എന്നൊരു കുട്ടി ഇല്ല കേട്ടോ, അത് വെറുതെ നമ്മളെ തോന്നലുകൾ മാത്രമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാം തികഞ്ഞ് ഇസ്തിരിട്ട് ക്ലിയറാക്കി ഉഷാറാക്കിയിട്ട്
ഒരു കുട്ടിനെ സ്കൂൾ കൊണ്ടുവന്ന് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പിന്നെന്താ നമുക്ക് പണി? അല്ല, നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. അതായത് ഈ രക്ഷിതാക്കൾ നിസ്സഹായരാണ്. അവരെങ്ങനെയെങ്കിലും ഈ കുട്ടിക്കൊരു സംസ്കാരം ഉണ്ടാകട്ടെ, നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കണത്. എന്നിട്ട് ക്ലാസ് അധ്യാപകനെ വന്ന് കാണുന്നത്, കുട്ടിക്ക് കുറച്ച് കുസൃതിയും കാര്യമൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ അതേ രക്ഷിതാവിനെ തന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ കുട്ടി മഹാമോശമാണ്. അത് രക്ഷിതാവിന് പുതിയൊരു വിവരമൊന്നുമല്ല. അത് ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ക്യൂ നിന്നിട്ട് ഒരു മണിക്കൂർ ക്യൂ നിന്നുകാണ്ട് ഭയങ്കര വേദനയും വെപ്രാളവും പ്രയാസമായിട്ട് നമ്മളെല്ലാ നാടൻ വൈദ്യം നോക്കിയിട്ട് അവസാനമാണ് എന്ത് ചെയ്യണത്, ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്. എന്നിട്ട് അയാളുടെ അടുത്ത് നിന്നുകാണ്ട് ഈ വിവരമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ നേരെ മുഖത്ത് നോക്കിയിട്ട് പറയണത്, ഏയ് നിങ്ങൾക്ക് ഭയങ്കര അസുഖമാണ്, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അല്ല, അതിനല്ലേ ഇപ്പം ഞാനും പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതെന്നെ ഡോക്ടർ തിരിച്ചിങ്ങോട്ടും പറഞ്ഞു. പിന്നെ എന്തിനാ ഡോക്ടർ അടുത്ത് പോയി? ഇത് ഈ അധ്യാപകരെന്ന് പറയുന്നത് പല ടൈപ്പ് കുട്ടികളുണ്ടാവും. ആ കുട്ടികളിൽ നമ്മുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, നമ്മുടെ മുമ്പിലൂടെ ഒരു വർഷം അവർ കടന്നു കഴിഞ്ഞു പോകുമ്പോൾ അവരിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ആ കുട്ടിയെ ഒന്ന് സ്പർശിക്കാൻ, അവന്റെ മനസ്സിലേക്ക് ഒരു എൻട്രി നടത്താൻ കഴിയുന്ന ഏക മനുഷ്യൻ എന്ന് പറയുന്നത് അധ്യാപകനാണ്. അത് രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ കഴിയില്ല, അവരെ കുടുംബാംഗങ്ങൾക്ക് കഴിയില്ല, സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷെ കഴിയില്ല. പക്ഷേ അവർക്കൊന്നും കഴിയാത്തത് ഒരു അധ്യാപകന് കഴിഞ്ഞേക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ പേര് അധ്യാപകൻ എന്നാകുന്നത്. അല്ലാതെ ആ കുട്ടി മോശമാണ് എന്ന് അങ്ങോട്ട് പറയാം, അതേ മറ്റേ ടീച്ചർ ഇങ്ങോട്ടും പറയാം, എന്നിട്ട് പരസ്പരം സമാധാനമാകുക ഇല്ല. കുട്ടികൾക്ക് പല പ്രയാസങ്ങളുണ്ടാവും. അത് ഒന്നുകിൽ കണ്ടെത്തി ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരു അഡ്വൈസ് രക്ഷിതാവിന് കൊടുക്കുക, നിങ്ങൾ ഈ കുട്ടീനെ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കാണിക്കണം. അത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം എന്നാണ് അതിലെനിക്ക് പറയാനുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു സ്വൈരമല്ല, ഈ ചോറിനോടത്ത് കിടക്കണ മാതിരിയാണ്. വെള്ളം ഇങ്ങനെ ഒറ്റുന്ന സ്ഥലം ഉണ്ടല്ലോ, ഒന്നിങ്ങനെ ഉറക്കം പിടിക്കുമ്പോഴേക്കിനും ഇവിടേക്കൊരു വെള്ളം ഒറ്റും. അപ്പോൾ അത് തുടച്ച് പിന്നെ ഒന്നിങ്ങനെ ഉറക്കുമ്പോഴേക്കിനും ഇവിടെ നിന്ന് ഒറ്റും. ഇതേപോലെയാണ് എന്ത് അധ്യാപകരെന്ന് പറഞ്ഞാൽ ഒരു സ്വൈരവും സമാധാനവും എന്ത് ചെയ്യണില്ല. നമ്മൾ അധ്യാപന വൃത്തി വളരെ സമാധാനമുള്ള ജോലിയാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ സ്വൈരം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഈ വാട്സപ്പ് വന്നത് മുതലാണ് അത് എന്നാണ് എന്നെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളെ ഈ കോവിഡാനന്തരമാണല്ലോ ഈ വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖല കയറിയത്. അതോടുകൂടി ഇപ്പോൾ സ്കൂളിൽ ലോങ് ബെല്ലടിച്ചാലും രാത്രി 12 മണി വരെ ആയാലും നമ്മൾ രക്ഷിതാക്കൾക്കും മറുപടി കൊടുക്കണം, മേലുദ്യോഗസ്ഥന്മാർക്കും മറുപടി കൊടുക്കണം. സ്കൂള് നമ്മൾ തലയിൽ ഏറ്റിയും കൊണ്ടാണ് എവിടേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ നിന്ന് വീട് തലയിൽ ഏറ്റിയും കൊണ്ടാണ് എവിടേക്ക് പോണത്, സ്കൂൾക്കും പോണത്. പിന്നെ ഏതൊക്കെ മേഖലയിലാണ് ഇനി അധ്യാപകരുള്ളത് വെച്ചാൽ അതൊക്കെ പാടെ തലയിലേറ്റ് ഇതൊക്കെ ഒന്നിങ്ങനെ ഏറ്റി നടന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് കപ്പാസിറ്റി ഇല്ലേ മനുഷ്യന്? ആ കപ്പാസിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യർക്ക് ഒരേ പരിമിതി ഉണ്ട്. ആ പരിമിതിക്കപ്പുറം നമ്മളാരും പിന്നെ ദൈവമൊന്നുമല്ലല്ലോ. അതായത് എല്ലാ കാര്യവും ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാം. ഇപ്പം ഗൾഫിലുള്ള ഒരു ഭർത്താവെന്ന് വിചാരിക്കാം, അയാൾ പിന്നെ ഓഫീസിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യണതിൻ്റെ അടക്കാവും ഭാര്യ വിളിക്കുക നാട്ടിൽ നിന്ന്. എന്നിട്ട് എന്താ വേഗം വിളിച്ചിട്ട് പറയും, പൂച്ച കണ്ടിച്ചാടിക്കൊണ്ട് പറയും. ഇയാൾ എന്ത് ചെയ്യാനാ? സംഗതി നാട്ടിൽ പൂച്ച കണ്ടിട്ട് ചാടിയിട്ടുണ്ട്. പക്ഷെ ആ പൂച്ച കണ്ടിട്ട് ചാടി അതിനെടുക്കാൻ പോകുക എൻ്റെ ഭാര്യ വേഗം ചെയ്യുക. വേഗം ഫോൺ എടുത്താണ് ഗൾഫിലുള്ള ഭർത്താവിന് പൂച്ച കെട്ടിയാണ്. പിന്നെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്നതിന് വല്ല സമാധാനം ഉണ്ടാകും. ഇനി ആ പൂച്ചനെ ഇപ്പം എന്താ കാട്ടി, അല്ലെങ്കിൽ തന്നെ അവിടെ വെള്ളമല്ല, ഇനിയിപ്പോൾ എന്താ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ആ മനുഷ്യനോട് കൊടുത്തുങ്ങാണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ അയൽവാസികളെ കുറിച്ച് എടുക്കുന്നുണ്ടാവും. അത് വേറെ അതെടുത്താൽ പോരെ, എടുത്തിട്ട് ആ വിവരം ആണെങ്കിൽ രാത്രി എന്ത് ചെയ്യാൻ മതി, ഇന്ന് പൂച്ച കണ്ടിട്ട് ചാടി ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാവും. ഇതല്ല, സ്കൂളിൽ എന്തുണ്ടായാലും അതപ്പം നമുക്ക് വീട്ടിൽ അറിയിക്കുക, വീട്ടിൽ എന്തുണ്ടായാലും അത് സ്കൂളിൽ ഇരിക്കുമ്പോഴും അറിയാം. നമ്മൾ വേറെ ഏതെങ്കിലും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതൊക്കെ പാടെ ഒരു ട്രാഫിക് ജാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്ലോക്കിൽപ്പെട്ട ഒരവസ്ഥ ഇന്ന് അധ്യാപകന് ലോകത്തുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇത് നിയന്ത്രിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് തന്നെ അത് നിർദ്ദേശം നൽകുന്നവരിൽ നിന്ന് തന്നെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സ്കൂള് വിട്ട് ബെല്ലടിച്ച് വീട്ടിൽ എത്തുമ്പോഴാണ് നമ്മളെ മേലുദ്യോഗസ്ഥന്മാരെ വിവരം ഹെഡ് മാസ്റ്റർ നമ്മൾ അറിയിക്കുക.
ഒരു മണിക്കൂർ മുമ്പ് കിട്ടിക്കണമെങ്കിൽ ആ കുട്ടികളെ അറിയിക്കായിരുന്നല്ലോ നേരെ, അല്ലേ? അതെന്താ അത് ആ സമയബോധം എന്താ അല്ലാത്തത്? അത് പ്ലാൻ ചെയ്യണമെന്ന് നമ്മളോട് പറയുമ്പോഴും ആ പ്ലാൻ മുകളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് അവിടെ നിന്ന് പരിഹരിക്കുക എന്നതാണ്, അതിൻ്റെ മുരട് വെട്ടുക എന്നതാണ് ഇതിന് ശാശ്വത പരിഹാരം. പക്ഷെ അത് പെട്ടെന്ന് സംഭവിച്ചു കൊള്ളണം എന്നില്ല. അത് പെട്ടെന്ന് സംഭവിച്ചു കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ നിയമമുണ്ട്, പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് പിഴ വരെ ചുമത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഫ്രാൻസിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, സ്പെയിനിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ചിലിയിലുണ്ട്, അയർലൻഡിലുണ്ട്, ഗ്രീസിലുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ജോലി സ്ഥലത്തുനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ബന്ധങ്ങൾ പാടില്ല, അത് ചെയ്താൽ പിഴ ഉണ്ട് എന്നുള്ള. കാരണം അതെന്താ വെച്ചാൽ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണത്. അപ്പോൾ അതും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെ. അപ്പോഴേ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഈ നിയമമൊന്നും കാത്തിരിക്കാതെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരും കൂടിയിട്ടൊരു ധാരണ ഉണ്ടാക്കി ഈ ഓൺലൈനിലെ എന്ത് ചെയ്യണം, നമ്മുടെ വ്യക്തിജീവിതം സ്കൂളിനെയും ബാധിക്കാത്ത രീതിയിൽ ഒന്ന് ക്രമീകരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. സ്കൂൾ സമയം കഴിഞ്ഞാൽ അത് നമ്മുടെ സമയമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലെത്തിയാൽ അത് സ്കൂളിൻ്റെ സമയമാണ്. ആ രീതിയിലേക്കുള്ള ഒരു ബൗണ്ടറി നിശ്ചയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, വിവാദം ഭയപ്പെട്ട് സ്വന്തം വിശ്വാസവും സംസ്കാരവും വേഷവും നിലപാടുകളും അടിച്ചമർത്തി ജീവിക്കേണ്ടുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇന്ന് അധ്യാപകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് മുൻകാലത്ത് ഇത്ര ഇല്ല, അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ തൊട്ടതൊക്കെ വിവാദമാകുക. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ, വിദ്യാഭ്യാസ മേഖല വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ കുട്ടികളിൽ നിന്നാകാം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന്, ഏതെങ്കിലും വിധത്തിൽ അതിങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാൾ വഴികളിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളവരാണ്. ആർക്കെങ്കിലും അത് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റാഫ് ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവുക പോസ്റ്ററൊക്കെ, അല്ലേ? അധ്യാപക ലോകത്തുണ്ടായ വിവാദങ്ങളും വിപ്ലവങ്ങളും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാലാണ് ഇനി വിവാദമാകാതെക്കുക എന്നുള്ളത് ഒരു സംശയമുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഇപ്പോൾ കളവ് പറഞ്ഞ് ജീവിക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ. എന്താ, ചില കാര്യങ്ങൾ എൻ്റെ വിശ്വാസത്തിനും സംസ്കാരത്തിനും പറ്റൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് നിങ്ങളതിലെന്താ വരാത്തത്? അല്ല എനിക്കത് പറ്റൂല, അല്ല നിങ്ങളെന്താ ആ ഭക്ഷണം കഴിക്കാത്തത്, നിങ്ങളെന്താ ഇത് തിന്നാത്തത്, നിങ്ങളെന്താ ഇതിൽ കൂടാത്തത്, എനിക്ക് നെയ്യ് കൂട്ടിയാൽ വയറിന് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് വല്ലാതെ ഒരു ഛർദി വരും, അല്ലെങ്കിൽ നിങ്ങളെന്താ ഇതിനൊന്നും വരാത്തത്, എനിക്ക് ഈ പൊടി ഭയങ്കര അലർജിയാണ്, എനിക്ക് ഭയങ്കര തലവേദനയാണ് അതിന് വന്ന്. ഇതൊന്നുമല്ല, ഇത് വെറുതെ നോണ പറയാം. ഇത് സംഭവം എന്ന് വെച്ചാൽ അത് ആ ഒരു സംഗതിനോട് ഒരുപക്ഷെ സാംസ്കാരികമായി അല്ലെങ്കിൽ വിശ്വാസപരമായി അതിനോടൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനാകുമോ, ഞാൻ ഒറ്റപ്പെടുമോ, ഒന്നുകൂടി പറഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയായി പോവുമോ എന്നൊരു ഭയം വല്ലാതെ വേട്ടയാടുന്നു. ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയണ കുട്ടികൾ പറയണ അതേ വയറുവേദനയും അധ്യാപകരും എന്താണ് പറയണത്, വേറൊന്നുമല്ല. ഇത് ഞാൻ കുറച്ച് തുറന്ന് പറയണത് എന്താ അറിയോ, ഇത് ആരെങ്കിലുമൊക്കെ പറയേണ്ട ഇങ്ങോട്ടും കിട്ടും, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്, അത് സംശയമൊന്നും വേണ്ട. ചില ആളുകൾ എന്താ വെച്ചപ്പോൾ 15 കാഷ്വൽ ലീവാണല്ലോ ഇപ്പം നമുക്കുള്ളത്, അതിൽ പകുതി ലീവ് ഈ ജാതി പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്നത്, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ പോകണില്ല, ഇന്നിപ്പോൾ അവിടെ പോയാൽ ആകെ ശരിയാവില്ല, അല്ലേ? എന്നിട്ട് ഒരു മാഷോട് പറയുന്നതിനും കളവ് പറയാം, എന്നിട്ട് ലീവ് എടുക്കുക. എത്ര കാലം നമ്മളിങ്ങനെ പോകും? ഒരാളെങ്ങനെ പിടിച്ചിട്ട് ഈ ഓഡിറ്റോറിയം നിന്ന് തള്ളിയാണ് കൊണ്ടുപോവുക, ഇഷ്ടം പോലെ തള്ളിനനുസരിച്ച് ബാഗ് പോവുക. പക്ഷെ ആ ചുമരുമ്പോൾ പോയി ആളാണ് തട്ടിയാലോ, പിന്നെ തള്ളി ബാഗ് പോവോ? പിന്നെ പോവോ? ഇത് ചുമരിലെത്താൻ തുടങ്ങി. ഈ ചുമരം പൊളിച്ച് ഇനി ബാക്കോട്ട് പോകാൻ കഴിയുമോ നമുക്ക്? ഇന്ത്യ മഹാരാജ്യം ഒരു വ്യക്തിക്ക്, ഒരു അധ്യാപകന് നൽകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ തേച്ചുമാച്ചി ഇല്ലാതെയാക്കി ഓരോരുത്തർ കൊണ്ടുവരുന്ന സംഗതികളൊക്കെ അടിച്ചേൽപ്പിച്ച് അതിനൊക്കെ റാൻമൂളികളായി, അതിനൊക്കെ തലകുലുക്കികളായി മാറി അവസാനം ആ ചുമരിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ. ഇനി അവിടുന്നും തള്ളിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ?
അവിടുന്ന് തിരിച്ചു നടന്നേ പറ്റൂ. അത് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അത് ബ്രേക്ക് ചെയ്യാൻ അല്പം ഇച്ഛാശക്തി അധ്യാപക സമൂഹത്തിന് ഇന്ന് ആവശ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ രംഗത്ത് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈയിടെയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരൊറ്റ കാരണം, ആ കാരണം നിങ്ങൾ മനസ്സിലാക്കി എളുപ്പം നിങ്ങൾക്ക് തിരിച്ചറിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് പ്രബലമായ മതങ്ങൾ ഏതൊക്കെ? ഒന്ന് ഹൈന്ദവ മതം, മറ്റൊന്ന് ക്രൈസ്തവ മതം, മറ്റൊന്ന് ഇസ്ലാം മതം, അല്ലേ? ഇതൊക്കെയാണ് പ്രബലമായ മതം. പിന്നെ മറ്റു ചെറിയ മതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പുതിയ മതമുണ്ട്. ആ മതത്തിൻ്റെ പേരാണ് ലിബറൽ മതം എന്ന് പറയും. ആ മതത്തിൻ്റെ വിശ്വാസം എന്താണെന്നറിയോ? അത് ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം ഞാൻ പറയേണ്ട, നിങ്ങൾക്കറിയാം. അത് ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. ക്രൈസ്തവ മതം ത്രിയേകത്വത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം മതം ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ ലിബറൽ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലുമുള്ളത് കൂട്ടിച്ചേർത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു, പണ്ട് അക്ബർ ചക്രവർത്തിയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദീനിലാഹി ഉണ്ടല്ലോ, അതിൻ്റെ വേറെ രൂപമാണ് എന്ത്? എല്ലാത്തിൻ്റെയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ചില രീതികളും ആഘോഷങ്ങളും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് ചെയ്യുക എന്നുള്ളത് അവർ നിർബന്ധിക്കുക. ഈ മറ്റു മൂന്ന് മതത്തിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ, അവരവരുടെ മതം നിർബന്ധിക്കൂല. അതായത് ഹിന്ദു മതം നിർബന്ധമായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് സ്കൂളുകളിലോ വിദ്യാലയങ്ങളിലോ ആരും ഒരു ഹൈന്ദവ അധ്യാപകരും അങ്ങനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കൂല. ക്രൈസ്തവ മതം ആരും അടിച്ചേൽപ്പിക്കൂല. ഇസ്ലാം മതത്തിൻ്റെ എലമെൻറ്റുകളും ആരും അടിച്ചേൽപ്പിക്കൂല. എന്നാൽ ഈ ലിബറൽ മതത്തിൻ്റെ ആളുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവരുണ്ടാക്കുന്ന ചില സംഭവങ്ങളും ചില ആഖ്യാനങ്ങളും ചില രീതികളും, ഇപ്പോൾ മതസൗഹാർദ്ദം, അവരെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഒരു വെള്ളത്തിൽ 3 കല്ലിട്ടാൽ അതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അത് ആ 3 കൊണ്ട് ലയിച്ചുകൊണ്ട് അതിൽ ലായനിയായി മാറിക്കഴിഞ്ഞാൽ 3ൻ്റെയും വ്യക്തിത്വം പോയില്ലേ? അത് ലയിച്ചു ചേർന്നില്ലേ? പിന്നെ 3 അല്ലാത്തൊരു സാധനമല്ലേ അവിടെ ഉണ്ടാണ്. ഇതേപോലെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൻ്റെയും വിശ്വാസങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത് ലായനിയാക്കിയിട്ട് അതിനെ അങ്ങനെ ജീവിക്കുന്നതിനാണ് എന്തു പറയാ? മതസൗഹാർദ്ദം, പരസ്പര സൗഹാർദ്ദം എന്ന് പറയാന്നുള്ള രൂപത്തിലേക്കാണ് ഇന്ന് ഈ ലിബറൽ മതത്തിൻ്റെ ആളുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ മോശക്കാരാണ്, അവർ കൂട്ടത്തിൽ കൂടാത്തവരാണ്. അവർ ഇപ്പോൾ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തീവ്രവാദികളാണ്. അവർ എല്ലാ കാര്യവും മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്നവരാണ്, ഏത് വിഷയത്തിലും മതം കുത്തിക്കയറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുക. എന്നിട്ട് അവനവൻ്റെ മതവും വിശ്വാസവും സംസ്കാരവും ഒക്കെ അഴിച്ചു വെച്ച് ഇവരെന്താണോ കൊണ്ടുവരുന്നത് ഓരോ മാസവും ഓരോ വർഷവും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവരിക. അതിൻ്റെ ഒക്കെ രീതിയിലൊപ്പം നമ്മൾ നിന്നു കൊടുക്കണം. നിന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ മോശക്കാരനായി. അതാണ് ഈ 4ാമത്തെ പുതിയ മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ മതത്തിൻ്റെ ആളുകൾക്ക് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്വാധീനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരത്തരം സംഗതികൾ ഔദ്യോഗികമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെ അതടിച്ചേൽപ്പിക്കുവാൻ ബോധപൂർവം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൽ വന്നിരിക്കുന്നത് ധാർമ്മിക ബോധം നിലനിൽക്കണം, മതവിശ്വാസം നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മതരഹിത സമൂഹം ഭാവിയിൽ ഇവിടെ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം. അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻ്റർ കാസ്റ്റ് മാരേജ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അതായത് ഒരു സാധാരണ നോർമൽ വിവാഹത്തെ പോലെ അതും ആക്കിയെടുക്കുക എന്നതാണ്. ഇപ്പോൾ ഒരു ഹൈന്ദവനായ ഒരാളും ഒരു മുസ്ലിമും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മതം പിന്നെ മാറാൻ പാടില്ല. ആ മുസ്ലിം ഹിന്ദു ആകാൻ പാടില്ല, ഹിന്ദു മുസ്ലിമും ആകാൻ പാടില്ല. അവരവരുടെ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് ജീവിക്കുക. എന്നിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുട്ടികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ആ കുട്ടി ഉണ്ടായ അന്നത്തെ മുതൽ, ആ ദിവസം മുതൽ ചോദ്യചിഹ്നങ്ങൾ ഓരോന്നിങ്ങനെ വരും. ഈ കുട്ടിക്ക് എന്താ പേരിടുക? അപ്പോൾ മുസ്ലിം പേരിട്ടാൽ അത് ഹിന്ദുവായ അച്ഛന് പറ്റൂല, ഒരു ഹിന്ദു പേരിട്ട മുസ്ലിമായ അമ്മക്ക് പറ്റൂല. അപ്പോൾ രണ്ടാളും തീരുമാനിച്ചു എന്ത്? പേര് കണ്ട മുസ്ലിമാണെന്നും തോന്നാൻ പാടില്ല, ഹിന്ദു എന്നും തോന്നാൻ പാടില്ല.
അപ്പോൾ അതിൽ തീരുമാനമായി. ഓ ശരി, അപ്പോൾ രണ്ടാൾ യോജിക്കുന്നൊരു പോയിൻ്റാണത്. പിന്നെ ആ കുട്ടിയുടെ വേഷം, അവൻ്റെ രീതി, അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പിന്നെ കാണണം. അവിടെയൊക്കെ മറുപടി എന്താ? പിന്നെ മതം ഇല്ലാത്ത ഒരു രീതി ആയിരിക്കണം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും കാണേണ്ടത്. അവൻ്റെ വേഷം കണ്ടാൽ അവൻ ഇന്ന മതക്കാരനാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് പിന്നെ ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ ആ വീട്ടിൽ ജീവിക്കാൻ അവർക്ക് കഴിയുള്ളൂ. എന്നിട്ട് അവർ രണ്ടുപേരും പിന്നെ കുറച്ച് വിശാലമായി ചിന്തിച്ചിട്ട് പറയുന്നത്, അങ്ങനെ കുട്ടി 18 വയസ്സാകട്ടെ, എന്നിട്ട് ആ കുട്ടി ഇഷ്ടമുള്ള മതം തീരുമാനിച്ചോട്ടെ. 18 വയസ്സ് വരെ ഒരു മതത്തിൻ്റെയും ബാലപാഠം കൊടുക്കാതെ വളർത്തിയ ഒരു കുട്ടി പിന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മതം സ്വീകരിക്കുക? ഈ ലിബറൽ മതമല്ല. കുട്ടി പറയുന്നത് മതം വേണ്ട. കാരണം കുട്ടി കൺഫ്യൂഷനാണ്. ഒരു ഭാഗത്തതാ പിന്നെ ഉമ്മ നിസ്കരിക്കുന്നു, മറുഭാഗത്തതാ അച്ഛൻ പൂജിക്കുന്നു, കുറേ ദൈവങ്ങളെ മുമ്പിൽ പൂജിക്കുന്നു. ഇവിടെ ഒരു ദൈവം രൂപമൊന്നുമില്ല, നിസ്കരിക്കുന്നു. ഞാൻ ഇപ്പം എന്താ വേണ്ടത് ഇതിൻ്റെ ഇടയിൽ? ഈ കുട്ടിക്കുണ്ടാകുന്ന സംഘർഷം എത്ര. അപ്പോൾ പിന്നെ അവസാനം രണ്ടാളും ഉപദേശിക്കെന്താ, ഇതൊന്നും അടുത്തൊക്കെ ഞങ്ങളെങ്ങനെ ചെയ്തു പോവുകയാണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? അടുത്തൊരു തലമുറ പിന്നെ ഒരു മതവുമില്ലാത്തവരായി മാറും. അപ്പം മതം സമൂഹത്തിൽ നിന്ന് മതത്തിൻ്റെ വേരുകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മളോ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മതമില്ലാത്ത ജീവൻ എന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് വിവാദം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരെന്നെ മതമില്ലാത്ത ജീവൻ എന്നായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? ആ ചർച്ച വിവാദമായി വന്നപ്പോൾ ഒരൊറ്റ പേജ് ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ പേജ്. അവസാനം കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആ പേജ് കീറി പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. സർക്കുലർ വന്നു സ്കൂളിലേക്ക്, ആ പേജ് കീറണം, ഇനി അത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് സർക്കുലർ വന്നു. എന്നാൽ ഇന്നോ ജെൻഡർ ആക്ടിവിസം എന്ന് പറയുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിത്തറയായി ഇന്ന് നയമായി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് ബഹുമാനനായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ആണ് നിയമസഭയിൽ ആ കാര്യം ഉന്നയിച്ചത്. ഇത് അപകടകരമാണെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി വായിച്ച മറുപടിയിൽ ഡെസ്കിൽ നിന്ന് മറുപടി പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം അത് തന്നെയാണ്, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്ന് തന്നെയാണ്. എന്താ അത് പറഞ്ഞ അർത്ഥം? ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇനി അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ കുട്ടി വളർന്നു വലുതായ ശേഷം ആ കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങൾ എന്താ വരുത്, ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് തുടക്കത്തിൽ നിങ്ങൾ പറയേണ്ടതില്ല. അത് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ആ കുട്ടി പറയണ, ഒരു പെൺകുട്ടി പറയണ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആണാകുന്നു എന്ന് പറഞ്ഞാൽ സമൂഹം അവരെ ആണായിട്ട് പരിഗണിക്കണം. ആ കുട്ടീനെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചും പരിഗണിക്കണം. ഈ ഒരു രീതിയിലാണ് നയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്, കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്നത്, ട്രെയിനിങ്ങുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാ പ്രശ്നമുള്ളത്? നേരത്തെ ഒരു പേജ് വന്നപ്പോൾ അത് കീറിയ സംസ്ഥാനത്ത് മുച്ചൂടും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് പോയപ്പോൾ അതിനെതിരിൽ സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ സംജാതമായിരിക്കുന്നു. ഇത് ചെറിയ വിഷയമല്ല. ഇനി എന്തുണ്ടാകുക അറിയോ? ഇതൊക്കെ ഈ നയം സെറ്റ് ചെയ്ത രാജ്യങ്ങളൊക്കെ അതിൻ്റെ തിക്തഫലം അനുഭവിച്ച് അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമ്മൾ മാറ്റുന്നൊരു കാലം വരും. ഇപ്പോൾ ജനസംഖ്യ കൂട്ടണം എന്ന് പറയണില്ലേ, അതേപോലെ ഒരു കാലം വരും. പക്ഷേ അപ്പോഴേക്ക് 10-50 വർഷം നമ്മളെ തലമുറ മാറിയിട്ടുണ്ടാവും. ഈ പരിക്ക് കൊള്ളുന്നിടത്തൊക്കെ കൊണ്ടിട്ടുണ്ടാവും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാമൂഹ്യ പരിസരത്തിലേക്ക് ഇത് കൊണ്ടുവരാണ്. എന്താ, മതം സ്വകാര്യതയിൽ മാത്രം നിന്നാൽ പോരെ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ മതം എന്നൊക്കെ പറഞ്ഞാൽ അത് അവൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും, അവർ മതം എന്ന് പറഞ്ഞാൽ വിചാരിക്കണത് എന്താ അറിയോ? അതിപ്പോൾ ഇസ്ലാം ആണെങ്കിൽ അതിൻ്റെ നിസ്കാരം, മറ്റു കാര്യങ്ങൾ അല്ലേ, മറ്റു മതങ്ങളാണെങ്കിൽ അവരുടെ ചില ആചാരങ്ങൾ, അതൊക്കെ അവരുടെ സ്വകാര്യമായി ചെയ്താൽ മതി. നാളെ ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അത് എത്ര സന്തോഷത്തോടു കൂടി അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് അറിയും. എന്തോ ഒരു മതപരമായൊരു മെസ്സേജ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് കൊടുക്കുകയാണെന്ത്, മതം എന്ന് പറയുന്നത് നിങ്ങളെ അണ്ടർവെയർ പോലെയാണ്, അതിങ്ങനെ ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ തുണി ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതാരും കാണാതെ അങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈക്ക് വരിക. ശരിയാണ്. ആര് പറഞ്ഞു ഇത്? നമ്മുടെ വിദ്യാഭ്യാസ പരിസരം എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു എലമെൻറ്റും കാണിക്കാൻ പാടില്ലാത്ത പരിസരമാണ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇന്ത്യ രാജ്യത്തിന്? ഇതൊന്നും നമ്മൾ അങ്ങനെ മറന്നു പോകാൻ പാടില്ല, സമ്മതിച്ചു കൊടുക്കാനും പാടില്ല. കുറച്ച് ആളുകൾ ടെലിവിഷൻ സ്ക്രീനിൽ വന്നിട്ട് അങ്ങോട്ട് പറയുമ്പോൾ അതാ ശരിയെന്ന് പറയാം. ഇന്ത്യ മഹാരാജ്യം പറയുന്നത് എന്താ?
ഒരാൾക്ക് അയാളുടെ മതം വിശ്വസിക്കാം, ആചരിക്കാം, അനുഷ്ഠിക്കാം, അത് പ്രബോധനം ചെയ്യുകയും ചെയ്യാം. എന്നാൽ പൊതുവിദ്യാലയത്തിൽ എല്ലാവരും വന്ന് മതപ്രബോധനം ചെയ്യണമെന്ന് ഒരിക്കലും പാടില്ല. അവിടെ മതനിരപേക്ഷതയാണ് അവിടെ വേണ്ടത്. അതിനർത്ഥം എന്താ? അവിടെയുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. അതവിടെ പ്രബോധനം ചെയ്യാൻ പാടില്ല എന്നുള്ള അതിനുള്ള ഏരിയ അല്ലത്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ജീവിക്കാൻ തന്നെ പാടില്ല, അതിൻ്റെ എലമെന്റുകൾ കാണാൻ പാടില്ല, അല്ലേ? അത് തലയിലൊരു തട്ടമിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം, കുട്ടീനെ പുറത്താക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടില്ലേ, അല്ലേ? ഒരു കറുത്ത തുണിയെടുത്ത് പിന്നെ ശബരിമലക്ക് പോകുന്ന സീസണിൽ കുട്ടികൾ സ്കൂളിലേക്ക് വന്നാൽ അത് പ്രശ്നം. നോക്കി നിങ്ങൾ, അത് കുഴപ്പമാണ്. സ്കൂളിൽ ബഹളവും കച്ചറയായിട്ട് നായാട്ടായിട്ട് വരികയാണ്. ഒരു കുരിശ് ധരിച്ചുകൊണ്ടൊരു പിന്നെ ക്രിസ്ത്യൻ കുട്ടി വന്നാൽ അതെന്തോ ഒരു പ്രശ്നമാണ്. ഇതൊന്നും മുമ്പില്ലല്ലോ. ഇത് പ്രശ്നമാണ് പറഞ്ഞാൽ പിന്നെ അതൊക്കെ സൂക്ഷിച്ചു വെച്ച് പിന്നെ നമ്മളെ പെൺകുട്ടികളും ടീച്ചർമാരും ഒക്കെ ഇനി ആ മക്കനിട്ട് ആകെ പ്രശ്നമാവും, ഞാൻ കുഴപ്പമാവും, എൻ്റെ താടി കുറച്ച് നീട്ടുണ്ട്, അത് നീട്ടണ്ടായ ആകെ പ്രശ്നമാവും. അങ്ങനെ മതത്തിൻ്റെ ഒന്നും അപ്പം മതം എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു പ്രശ്നമാണ് എന്ന രൂപത്തിലേക്ക് വരികയാണ്. എന്നാൽ ഓർത്തു വെച്ചോ, മതം എല്ലാത്തിനും ഇങ്ങനെ കുത്തിക്കയറ്റുക, അങ്ങനെ ആൾക്കാർ പറയാം, അങ്ങനെ കുത്തിക്കയറ്റാണ് വരുന്നത്, അല്ലേ? അപ്പം നമുക്കെന്നെ തോന്നണേ നമ്മൾ കുറച്ച് ഇനി മതമൊന്നും വേണ്ട, മതവിശ്വാസമൊക്കെ കുറച്ച് ബാക്ക് കൂട്ട് വെക്കാം എന്നൊരു തോന്നൽ മനുഷ്യന്മാരെ മനസ്സിൽ വന്നു പോവുകയാണ്. ഒരു കാരണവശാലും പാടില്ല. കാരണം മതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആരാധനാനുഷ്ഠാനങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല, മതമെന്ന് പറയുന്നത് കളവ് പറയാതിരിക്കൽ മതമാണ്, വാഗ്ദാനം പാലിക്കുക എന്ന് പറയുന്നത് മതമാണ്, മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് മതമാണ്, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് മതമാണ്. ഒരു അധ്യാപകൻ തൻ്റെ ജോലിയിൽ പ്രതിബദ്ധത കാണിക്കുന്നു എന്ന് പറയുന്നത് അവൻ്റെ മതത്തിൻ്റെ കൂടി ഭാഗമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നു എന്നത് മതത്തിന്റെ ഭാഗമാണ്. ഒരാൾ കുടുങ്ങുമ്പോൾ കടം കൊടുക്കലും ആ കടം വാങ്ങിയ വ്യക്തി സമയബന്ധിതമായി അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. രോഗിയായി കിടക്കുമ്പോൾ ഒരാൾ സന്ദർശിക്കുക എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ വിശന്ന് കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക എന്നത് മതവിശ്വാസം അവന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. മാന്യമായ വേഷം ധരിക്കുക എന്നത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 3 പേര് ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്നിച്ച് നടക്കുമ്പോൾ അതിൽ നിന്ന് 2 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യം പറയാൻ പാടില്ല എന്ന വിശ്വാസം പാഠം മതത്തിന്റെ പാഠമാണ്. അതേപോലെ തന്നെ പരദൂഷണം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് മതത്തിന്റെ പാഠമാണ്. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ പിറകെ പോകാൻ പാടില്ല എന്ന് പറയുന്നത് മതത്തിന്റെ ഭാഗമാണ്. സ്വന്തം ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല എന്നത് മതം പഠിപ്പിക്കുന്നതാണ്. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും തുറിച്ചു നോക്കാൻ പാടില്ല എന്നത് മതത്തിന്റെ പാഠമാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റപ്പെടാൻ പാടില്ല. അത് ബസ്സിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും ഒരാണും പെണ്ണും ഒറ്റക്കിരിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റു മതങ്ങളിലെ ആരാധ്യന്മാരെ ഒരാളും നിന്ദിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. പലിശക്കണിയിൽ ഒരു കാരണവശാലും നമ്മൾ തലവെച്ചു കൊടുക്കരുത് എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ മത്തുണ്ടാകുന്നത് പോലും ഉപയോഗിച്ചാൽ അത് മദ്യമാണ്, ലഹരിയാണ്. ഒരിക്കലും ലഹരിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അന്യായമായി ഒരാളെ വധിച്ചാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ് എന്നത് മതത്തിന്റെ പാഠമാണ്. വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ യാതൊരു ഉച്ചനീചത്വവും പാടില്ല എന്ന് പറഞ്ഞത് മതത്തിന്റെ ഭാഗമാണ്. ഒരു നിലക്കുള്ള ബോഡി ഷേമിങ്ങും പാടില്ല. കറുത്തവനാണ്, വെളുത്തവനാണ്, കുറിയവനാണ്, തടിച്ചവനാണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. നിരപരാധികൾക്ക് നടുവിൽ ചാവേറായി പൊട്ടിച്ചിതറുന്നത് നരകാവകാശികളാണ് എന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. അവിടെ പൊട്ടിത്തെറിച്ച ആളുകൾ ഏതോ ഡോക്ടർമാരാണ്, അവരെ പേര് മുസ്ലിം പേരാണ്. അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും. ഇനി എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എന്നുള്ളത് ഇനി അന്വേഷണവും കാര്യമൊക്കെ കഴിയുമ്പോഴേ വസ്തുത മനസ്സിലാവുള്ളൂ, എന്താ അതിൻ്റെ പിന്നിലുള്ളതൊക്കെയാണ്. പക്ഷേ അത് വരുമ്പോഴേക്കെന്താ ഫേസ്ബുക്കിൽ ഓരോരുത്തർ വന്ന് പറയുകയാണ് ഇനി വൈറ്റ് കോളർ ടെററിസമാണിത്, ആ പേരുള്ളവരൊക്കെ പ്രശ്നക്കാരാണ്. ആ രീതിയിലേക്കൊരു സംശയത്തിൻ്റെ കണ്ണോടുകൂടിയാണ്. ഇവിടെ എന്താ പറയണത് അറിയോ? ഇതിൻ്റെ പിന്നിലൊക്കെ പരലോകം പ്രസംഗിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പക്കാർ. പരലോകം എന്താ കാരണം? ചാവേറായി പൊട്ടിത്തെറിച്ച സ്വർഗം കിട്ടുന്നതാണ് ഇവരെ വിശ്വാസം. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇവർ പൊട്ടിത്തെറിക്കുന്നത് വേഗം. എന്നാൽ അത്തരം തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇസ്ലാം അതിനാരും നിൽക്കൂല. ഇസ്ലാമിൽ എന്താ കാഴ്ചപ്പാട്? ചാവേറായി മരിക്കുക, പൊട്ടിത്തെറിക്കുക പറഞ്ഞാൽ ആത്മഹത്യ എന്നുള്ളതാണ്.
ആത്മഹത്യൻ്റെ വിധി എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആത്മഹത്യ ചെയ്ത വ്യക്തി നാളെ നരകത്തിലാണ്. നരകത്തിലാന്ന് മാത്രമല്ല, ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നരകത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. വയറിന് കുത്തിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ ആ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട് നരകത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ വിഷം കഴിച്ചാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ ആ വിഷം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത്രക്ക് ഗൗരവമാണെന്ത് ആത്മഹത്യ. പല ആളുകളും ഫൈനൽ എക്സിറ്റ് എന്നാണ് അതിന് പേര് കൊടുക്കാറുള്ളത്. ഇസ്ലാം പറയുന്നത് ആത്മഹത്യ ഫൈനൽ എക്സിറ്റ് അല്ല, അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ്. മരണം എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രൻസ് ആണ്. അഥവാ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അതിന് ഉത്തരം നാളെ പരലോകത്ത് പറയേണ്ടി വരും. ഈ ബോധമുള്ള ഒരാളെ എങ്ങനെ നിരപരാധികൾക്ക് നടുവിൽ പോയി പൊട്ടിച്ചാറുക? അതൊക്കെ ഇസ്ലാം പേരുകൾ മാത്രമേ ഉള്ളൂ. പല ആളുകളും ISIS പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, അത് ഇസ്ലാം വിരുദ്ധ ശക്തികൾ, സയനിസ്റ്റുകൾ മുസ്ലിം വേഷധാരികളെ വാടകക്കെടുത്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആലു ഷെയ്ഖ് ഹജ്ജിന് വന്ന അറഫ മൈതാനിയിലെത്തിയ ആളുകളെ ഹാജിമാർ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇവർ തീവ്രവാദികളാണ്, അവർക്കെതിരെ എല്ലാവരും യോജിച്ച് നിൽക്കണമെന്ന്. അപ്പോൾ അവരെയൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ തള്ളി പറഞ്ഞവരാണ്. അവർ ചെയ്യുന്ന, അതുപോലെ എക്സ് മുസ്ലിമീങ്ങളായ ആൾക്കാർ, അവർ മുസ്ലിം പേരുണ്ടാവും, പക്ഷേ ഇസ്ലാമിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുക. അവരാണ് ഇതിൻ്റെ മെഗാഫോണുകളായി മാറിക്കൊണ്ട് അവർ പറയണത്, അപ്പോൾ ഇനി മുസ്ലിങ്ങളായിട്ട് ഉള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ മോശക്കാരാണ്, അവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. ആരാ മുസ്ലിം പേരുള്ള ആൾക്കാരെന്നെ പറയാം, അത് പറയിപ്പിക്കുക, അത് ശരിയാന്ന് വിചാരിക്കുക. തിരിച്ചറിയുക, ഇസ്ലാം സമാധാനമാണ്, നിർഭയത്വമാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിലേക്ക് പോകില്ല. ഞാൻ പറയുന്നതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, മതം എന്ന് പറയുന്നത് അഡപടലം മേഖലകളിലും നമ്മെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. എല്ലാ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ മേഖലയും. അതിങ്ങനെ നിങ്ങൾ അണ്ടർവെയറോരെ കൊണ്ടുവരുന്നാൽ മതി എന്നാരെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്നല്ല. എന്താ നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്, നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരിക്കലും മതനിരാസമല്ല. യൂറോപ്പിലാണ് മതനിരാസമുള്ളത്, ഇവിടെ മതനിരാസമല്ല. ഇവിടെ ഓരോരുത്തർക്കും സ്വന്തം മതമാകാം, എന്നാൽ ഗവൺമെൻറ്റിന് മതം പാടില്ല. ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് ഒരു മതം പ്രത്യേക മതത്തിനോടൊപ്പം നിൽക്കാൻ പാടില്ല. വ്യക്തികൾക്ക് മതമാകാം. ആ വ്യക്തിയുടെ മതം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. താനും നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികൾ ദേശീയഗാനം ചെല്ലുമ്പോൾ എഴുന്നേറ്റുന്നില്ല. അപ്പോൾ പ്രശ്നമായി, കുഴപ്പമായി. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ്, ക്രൈസ്തവ വിഭാഗത്തിലൊരു വിഭാഗമാണ്. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇത് എഴുന്നേറ്റ് നിൽക്കുക, അത് ചൊല്ലുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. എഴുന്നേറ്റ് നിൽക്കും, ചൊല്ലൂല, അതായിരുന്നു വാദം. അപ്പോൾ ആ സ്കൂൾ പെട്ടെന്ന് പുറത്താക്കി. കാരണം എന്താ, ദേശീയഗാനം ചൊല്ലൂല പറഞ്ഞാൽ സ്കൂളിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ അത് കേസായി, കോടതിയായി. അവസാനം സുപ്രീം കോടതിയിൽ വിധി വന്നു. എന്താ വിധി? ആ കുട്ടികളെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചെടുക്കണം, എന്നിട്ട് ദേശീയഗാനത്തിന് അവർ എഴുന്നേറ്റ് നിൽക്കാം, അവർ ചൊല്ലേണ്ടതില്ല. ദേശീയഗാനം ചൊല്ലേണ്ടെന്ന് 2 കുട്ടികൾ പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു. എന്താ കാരണം? അത്രക്ക് സ്ട്രോങ് ആണ് നമ്മുടെ ഭരണഘടന. മതവിശ്വാസത്തിന് കൊടുക്കുന്ന പരിരക്ഷയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഒരു കഷ്ണം തുണി തട്ടം തലയിലിട്ട് വരുമ്പോഴേക്ക് ആകെ പ്രശ്നമായി, ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ്, അത് മറ്റേ കുട്ടി കണ്ട ആകെ പ്രശ്നമാകുമോ, കുഴപ്പമാകുമോ, പ്രയാസമാകുമോ, ഒരു പേടിയാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അധ്യാപക സമൂഹവും ഒക്കെ ശരിയായ ഭരണഘടനാ മൂല്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട സമയത്ത് ഓർമ്മപ്പെടുത്തണം. മിണ്ടാതെക്കാൻ പാടില്ല, സൈലന്റ് ആകാൻ പാടില്ല. നമ്മൾ സൈലന്റ് ആകുന്നതിനനുസരിച്ച് ഈ പറയുന്ന അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബോധവും ബുദ്ധിയുമുള്ള ആളുകൾ എഴുന്നേറ്റ് വന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മതസൗഹാർദ്ദം സൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾ ലയിച്ചുകൊണ്ടല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുക. എന്നാൽ വ്യക്തിപരമായ സാമൂഹ്യപരമായ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ചേർന്ന് നിൽക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദം. മറ്റേതൊക്കെ കാപട്യമാണ്. ഞാൻ എൻ്റെ മതം അവിടെ അടക്കി വെച്ചുകൊണ്ട് അതും ശരിയാണ് ഇതും ശരിയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല. അത് ഓരോരുത്തർക്കും അവനവൻ്റെ ശരി വിശ്വസിക്കാം, പ്രവർത്തിക്കാം. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിക്കാനും പ്രയാസപ്പെടുത്താനും പോകണ്ട. അത്രയല്ലേ ഉള്ളൂ വിഷയം, അല്ലേ? എത്ര നല്ല സാമൂഹ്യ അന്തരീക്ഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ ആർക്കും സ്റ്റാഫ് റൂമിൽ എനിക്ക് അളവ് പറയേണ്ടി വരില്ല, വയറുവേദന എന്ന് പറയേണ്ടി വരില്ല, അന്നത്തെ ലീവ് കൊടുക്കണ്ട. ഇതിൻ്റെ വിശ്വാസത്തിന് പറ്റൂല കാരണം എന്താ പ്രശ്നം? ആകാശം പൊളിഞ്ഞു വീഴൊന്നുമില്ല. നമുക്ക് നമ്മളെ പറ്റി ഒരു കോംപ്ലക്സ് എന്തിനാണ് വിടേണ്ട കാര്യം? എന്നാൽ വേറെയുള്ളവർക്ക് ആ പ്രശ്നമില്ലല്ലോ. ഈ പുതിയ മതക്കാർക്ക് ആ പ്രശ്നമില്ല. അവരിതൊക്കെ അടിച്ചേൽപ്പിക്കും, അതൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ചിന്തിച്ചേ പറ്റൂ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ഉള്ളവരായി മാറണം.
എന്താ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ നാട്ടിൽ നടക്കണമെന്ന് അറിയണം സുഹൃത്തുക്കൾ. അതിന് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആരെങ്കിലും ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളും ചപ്പ് ചവറുകളും മാത്രം വായിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും കാര്യം നടക്കില്ല. കുറച്ചൊക്കെ അധ്യാപകർ കാര്യങ്ങളെപ്പറ്റി വായിക്കണം. ഇപ്പം നേർപ്പദം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ പുറത്തിറക്കുന്നൊരു വാരികയാണ്. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ലേഖനങ്ങൾ അതിൽ ആഴ്ച തോറും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിവിടെ വരി ചേരാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈനിൽ ഒരു ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് വരി ചേരാൻ പറ്റും. നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തും. നിരന്തരം നമ്മൾ വായിക്കണം. നമ്മൾ എന്താ നാട്ടിൽ നടക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിയണം. അതുപോലെ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്, എല്ലാ തിങ്കളാഴ്ചയുമാണ്. ആ ചർച്ച നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആ ആഴ്ചയുണ്ടായ വിഷയങ്ങളിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. മിക്കവാറും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും അതിൽ വരാറുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അതായത് ഇവിടെ വന്നിരിക്കുന്ന നമസ്കരിക്കാൻ സ്കൂളിൽ നിന്ന് പോകുന്ന അധ്യാപകരോടാണ് ഞാൻ പറയുന്നത്. ഈ അധ്യാപക സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റും. മിക്കവാറും മുസ്ലിം അധ്യാപകരൊക്കെ നിസ്കരിക്കാൻ പോകും. അത് സ്കൂൾ ടൈമിൽ പോകാതിരിക്കുകയാണ് വേണ്ടത്. ചില ആൾക്കാർ സ്കൂൾ ടൈമിൽ പോയി നിർവഹിക്കുക, അത് ചെയ്യരുത്. സ്കൂളിന് അതിന് ഇടവേള ഉണ്ടാവും, ഉച്ചൻ്റെ ഇടവേള ഉണ്ടാവും. ആ ഇടവേളയിൽ തൊട്ടടുത്ത പള്ളിയോ കാര്യം ഉണ്ടെങ്കിൽ പള്ളി ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി നിസ്കരിക്കുന്നത് ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഒരു ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അത്ര നല്ല കാര്യം. ഇത് ഓരോരുത്തർ ഓരോ സമയത്ത് പോയി നിസ്കരിച്ച് വരും. ഇത് ഈ ഡോക്ടർമാർക്കും അധ്യാപകർക്കും സംഭവിക്കുന്നൊരു പാളിച്ചയാണത്. അതായത് അവർ നിസ്കരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഓരോ സമയത്തായിരിക്കും അത് ഈ റിട്ടയർമെൻറ്റ് വരെ അങ്ങനെയാണ്. എന്നാൽ ഒരു തീരുമാനം നമ്മൾ എടുക്കുക, ഒരു 5 അധ്യാപകരുണ്ട്, നമുക്ക് ഒന്നിച്ച് പോകാം. ഒന്നിച്ച് പോയ ഒരു ജമാഅത്തായി നിസ്കരിച്ചു. അതിൻ്റെ കൂടെ നമ്മളെ കുട്ടികളും വന്ന് നിൽക്കും. ആ കുട്ടികൾക്കും അത് പഠിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ലൊരു കാര്യമാണത്. അത് സ്കൂളിൻ്റെ ഡിസിപ്ലിനും നല്ലതാണ്. ആ കുട്ടികൾ ആ പള്ളിയിൽ പോയിട്ട് പ്രശ്നവും കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ചില തൊട്ടടുത്ത് പള്ളികളുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ കുട്ടികളവിടെ പോയിട്ട് എന്നും പള്ളി കമ്മിറ്റിക്ക് കംപ്ലൈൻ്റ് ആവും. അവിടെ ഫാൻ ഇട്ടു, അവിടെ വെള്ളം ഒഴിച്ചു, ആകെ പ്രശ്നമാക്കി. അപ്പോൾ അത് അധ്യാപകരുടെ നേതൃത്വത്തിൽ ആ കുട്ടികൾ നിസ്കരിച്ച് അവിടെ നിന്ന് പോരുകയാണെങ്കിൽ അവിടെയും ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് റിട്ടയർമെൻറ്റ് വരെ ആ നിസ്കാരം നമുക്ക് ജമാഅത്തായി കിട്ടും ചെയ്യൂലേ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ഹൈറാത്തുകളാണ്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, പോകുന്നതിനോടൊപ്പം പോകല്ല, നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പടച്ച തമ്പുരാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.